ഒരു കുഞ്ഞെന്ന സ്വപ്നവുമായി നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഇൻഫെർട്ടിലിറ്റിയിലാണ് നിങ്ങൾ പെടുക എന്ന് കണ്ടെത്തുക. 2 തരം ഇൻഫെർട്ടിലിറ്റിയാണുള്ളത്, പ്രൈമറി ഇൻഫെർട്ടിലിറ്റി ആൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഒരു കുഞ്ഞു പോലും ആയിട്ടില്ലെങ്കിൽ അവർ പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയിലാണ് പെടുക. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞായിട്ടുണ്ട്, രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആവുന്നില്ലെങ്കിൽ അവർ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയിലാണ് പെടുക. അതേപോലെ തന്നെ ഒരു അബോർഷൻ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ പിന്നെ പ്രഗ്നൻസി ഒന്നും പോസിറ്റീവ് ആയില്ലെങ്കിൽ അവരും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയിലാണ് പെടുക. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് തരം ഇൻഫെർട്ടിലിറ്റിയിലാണ് നിങ്ങൾ വരുന്നതെന്ന് ആദ്യം കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആരുടെ കാരണം കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടായത് എന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് ആണിനും പെണ്ണിൻ്റെയും കാരണങ്ങൾ കൊണ്ട്